ഓൺലൈനിൽ വന്ന 2 പ്രോഡക്റ്റാണ്. എന്താണെന്ന് പൊട്ടിച്ച് നോക്കാം. എനിക്കറിയാം, എനിക്ക് തോന്നുന്നത് ഇത് കാറിൽ വയ്ക്കാനുള്ള ചെറിയ ഗണപതി, കൃഷ്ണൻ, ശിവൻ അങ്ങനെ എന്തോ ആണ്. കൃഷ്ണനില്ല, ഗണപതിയും ശിവനും ആയിരിക്കും. ഇത് ടേബിൾ മാറ്റായിരിക്കും. ഹാളിലൊരു ടേബിൾ ഒരുമാതിരി കിടപ്പുണ്ട്. അപ്പോൾ അതിന് ബുക്കൊക്കെ വെച്ച് അത് അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ബുക്കെല്ലാം മാറ്റി ഇത് വിരിച്ചിടാനാണ്. നോക്കാം, പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് ഒരു ആദിയോഗി ശിവ ഐഡൽ, പിന്നെ ഇതൊരു ഗണപതി. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാനുള്ള ഇതുണ്ട്, ഡബിൾ സൈഡ് ടേപ്പ്. അപ്പോൾ ഇതിങ്ങനെ കാറിലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. എൻ്റെ കാറല്ല, വീട്ടിലെ. ഞാൻ നേരത്തെ കാണിച്ച ആ ദൈവത്തിൻ്റെ ഇത് കാറിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മീഷോ എന്നാണ് ഇത് രണ്ടും വാങ്ങിച്ചേക്കണം. അത്യാവശ്യം നോക്കി എടുത്തു കഴിഞ്ഞാൽ മീഷോ ഒന്ന് കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റ്സ് കിട്ടുമെന്നാണ് തോന്നണം. ഇതാണ് ബിഫോർ ലുക്ക്. ഇനി മേശവിരി വിരിച്ചിട്ട് കാണിച്ചു തരാം. ഇല്ല കുട്ടാ, ഒരു കവർ പാല്, ഐസ് ക്യൂബ്സ്, ഒരു ട്രേ, ഫ്രഷ് ക്രീം കുറച്ച്, കോഫി പൗഡർ, പഞ്ചസാര. എന്തോ പാല്, ഐസ് ക്യൂബ്സ്, കോഫി പൗഡർ. 2 പാക്കറ്റ് 2 രൂപയുടെ കോഫി പൗഡർ ഇട്ടാൽ മതി. എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ഇടാം. ഞാൻ കുറച്ച് 2 പാക്കറ്റ് ഇടുന്നുള്ളൂ. ഇതൊരു പാക്കറ്റ്, ഇനി ഒരു പാക്കറ്റ് കൂടി. 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര വരും. ഫ്രഷ് ക്രീമി പഞ്ചസാര കാണും, എന്നാലും ഞാൻ ഇടുവാണ്. കോഫിയല്ലേ, അപ്പോൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഒന്ന് അടിച്ചെടുക്കാം. ഇത് നിറഞ്ഞിരിക്കുകയാണ്, അപ്പോൾ ഞാൻ കുറച്ച് ഇതിലോട്ട് ഒഴിക്കുവാണ്. ഇനി ഫ്രഷ് ക്രീം ഇട്ട് ഒന്നേന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. അതും കുറച്ച് പാലും കൂടെ വീത്തി അടിക്കണം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, ലാസ്റ്റ് മിക്സ് ചെയ്യാം. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇടുവാണ്. ഇതൊരു കവറിൽ മിച്ചം ഉണ്ടായിരുന്ന പാല്. 3-ാമത്തെ പാക്കറ്റ് കോഫി പൊടി, ഇതും കൂടെ വേണം. കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്. സത്യം പറയാം, ഫ്രഷ് ക്രീമും കൂടെ ഇട്ടതുകൊണ്ട് എനിക്ക് വലിയ ടേസ്റ്റ് കുഴപ്പം തോന്നിയില്ല. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കോൾഡ് കോഫി കുടിക്കുന്നത്, അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. എന്നാലും തീരെ മോശമല്ലാത്തൊരു കോൾഡ് കോഫിയുടെ ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ കോൾഡ് കോഫി എങ്ങനെയാണെന്ന്. ഞാൻ എന്തായാലും ഒരു വീഡിയോയിൽ കണ്ട് ചെയ്ത് നോക്കിയാണ്. ഫ്രഷ് ക്രീം ഞാൻ അഡീഷണലായിട്ട് ഇട്ടതാണ്. അപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു നോക്കാം. എന്നിട്ട് അഭിപ്രായം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല, കൊള്ളാം. കോഫിയുടെ ഒരു ഫ്ലേവർ ഉണ്ട്, ഒരു ആവറേജ് ടേസ്റ്റ്. ഞാൻ ഇതിനു മുമ്പ് കുടിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി എല്ലാവർക്കും കൊടുത്തിട്ട് എല്ലാവരും അഭിപ്രായം അറിഞ്ഞിട്ട് ഒന്ന് പറയാം. ഇതേ കോഫി കുടിച്ചിട്ട് പകുതി പേരെ കുടിച്ചുള്ളൂ. ആ പകുതി പേർക്ക് ഇഷ്ടമായവരും ഉണ്ട്, കുഴപ്പമില്ലാത്തവരും ഉണ്ട്, അത്ര ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. കോഫിയുടെ ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് കൊള്ളാമെന്ന് പറഞ്ഞു, പക്ഷെ ഭയങ്കര ഒരു ഹൈപ്പ് പറഞ്ഞില്ല. പിന്നെ വിപ്പിംഗ് ക്രീമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ക്രീമിഷായിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും സാധാരണ കോൾഡ് കോഫിയേക്കാൾ. സാധാരണ കോൾഡ് കോഫി എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വീഡിയോ കണ്ടതിൽ ഇത് മാത്രം, വിപ്പിംഗ് ക്രീം മാത്രം ഞാൻ ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. എനിക്ക് ഒരു ആവറേജ് ടേസ്റ്റാണ്. ഒരു 100-ൽ 50 മാർക്ക്, 10-ൽ 5 മാർക്ക്, അത്രേ കൊടുക്കുകയുള്ളൂ. ഒരു കുഞ്ഞാവയുണ്ട്, അവൾക്ക് വലിയ കുഴപ്പമില്ലാതെ ഇഷ്ടമായി. കാരണം കോഫി അവൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അവൾക്ക് വലിയ കുഴപ്പമില്ല. ബാക്കി കുടിച്ചവർക്ക് കൊള്ളാം, കൊള്ളൂല, രണ്ടും മിക്സഡ് ആയിട്ടുള്ളൊരു അഭിപ്രായമാണ്. അതായത് ഭയങ്കര ഹൈപ്പില്ല, ചെറിയ ഒരു ടേസ്റ്റ് ഉണ്ട്. ബാക്കി കുടിക്കാത്തവരുണ്ട്, ജലദോഷം അങ്ങനെയൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടൈമാണ് നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ 1 കവർ പാൽ ഉണ്ടാക്കണ്ട, 1/2 കവർ. ഞാൻ എടുത്തതിൻ്റെ എല്ലാം പകുതി ഇൻഗ്രീഡിയൻസ് എടുത്ത് ചേർത്ത് ഉണ്ടാക്കിയാൽ മതി. പഞ്ചസാര ആണെങ്കിലും പകുതി. ആവശ്യത്തിന് മധുരം ഇതിൽ തന്നെ ഉണ്ട്, കുറച്ച് കൂടുതലാണെങ്കിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൂടുതൽ മധുരം ചേർക്കണ്ട. എന്നാലും പകുതി, ഒരു 1/2 കവർ പാലിൽ വളരെ കുറച്ച് നില്ലോക്കളെ, വളരെ കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ എങ്കിൽ 1/2 കവർ പാലിൽ ഉണ്ടാക്കി നോക്കിയാലും മതി. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുവാണെങ്കിൽ
അല്ലെങ്കിൽ മാക്സിമം ഒരു കവർ ഉണ്ടാക്കിയാൽ എനിക്കിപ്പോൾ പകുതി തന്നെ മിച്ചം വന്നു. അപ്പോൾ പകുതി പേര് കുടിക്കാത്തതുകൊണ്ട് പകുതി മിച്ചം വന്നു. അപ്പോൾ അതുകൊണ്ട് അര കവർ പാലുണ്ടാക്കണതായിരിക്കും നല്ലത്. ഐസ് ക്യൂബ്സൊക്കെ ഇടുമ്പോൾ അളവ് കൂടി വരും, നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് അര കവർ പാലുണ്ടാക്കിയാലും മതി. അപ്പം അത്രയേ ഉള്ളൂ.